ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിൻ്റെ 13ാമത്തെ വീഡിയോ ആണ് പവേഴ്സ് ആൻഡ് ഇൻഡിസസ്. അപ്പം നമുക്ക് സാധാരണയായിട്ട് എക്സാമിന് റെഗുലറായിട്ട് ചോദ്യം വരുന്ന ഒരു പോർഷനാണ് നമ്മുടെ പവേഴ്സ് ആൻഡ് ഇൻഡിസസ്. അപ്പോൾ നമുക്ക് ചോദ്യം വരിക ഈ ഒരു രീതിയിലായിരിക്കും, 25 ഓൾ റൈസ് ടു 1/2. അപ്പോൾ എന്താണ് 25 ഓൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ? അതുകൊണ്ട് അർത്ഥമാക്കുന്ന ഇത്രയേ ഉള്ളൂ, റൂട്ട് ഓഫ് 25. 25ൻ്റെ സ്ക്വയർ റൂട്ട് കാണാനാണ് 25 ഓൾ റൈസ് ടു 1/2 എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ 25 ഓൾ റൈസ് ടു 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് മീൻസ് സ്ക്വയർ റൂട്ട് ഓഫ് 25, അതായത് 5 ആണ് അതിന് ഉത്തരം വരിക. അപ്പോൾ അതുപോലെ തന്നെ 27 ഓൾ റൈസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, 27 ഓൾ റൈസ് ടു 1/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 27ൻ്റെ ക്യൂബ് റൂട്ട് കാണുക. 27 ക്യൂബ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു സംഖ്യയെ 3 പ്രാവശ്യം ഗുണിക്കുന്ന സമയത്താണ് 27 കിട്ടുന്നത്. അതേത് സംഖ്യയാണ്? 3 ഇൻറ്റു 3, അതായത് 3നെ 3 പ്രാവശ്യം ഗുണിക്കുന്ന സമയത്താണ് 27 കിട്ടുന്നത്. അപ്പോൾ ക്യൂബ് റൂട്ട് ഓഫ് 27 എന്ന് പറയുന്നത് എത്രയാണ്? അത് 3 ആണ്. അല്ലെങ്കിൽ 27 ഓൾ റൈസ് ടു 1/3 എന്ന് പറയുന്നത് 3 ആണ്. സിമിലർലി നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ഉദാഹരണത്തിന് 81 ഓൾ റൈസ് ടു 1/4. 81 ഓൾ റൈസ് ടു 1/4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു നമ്പറിനെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 81 എന്ന് പറയുന്നത്. അത് ചിലപ്പോൾ 2 ആകാം, അല്ലെങ്കിൽ 3 ആകാം. അപ്പോൾ 2 എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 2, 4, 8, 16 വരും. അപ്പോൾ 2 അല്ല. പിന്നീടുള്ള ഏതാണ്? 3 അങ്ങനെ വരും. 3, 9, 27, ദെൻ 81. 3നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് 81 എന്ന് പറയുന്നത്. അപ്പോൾ 81 ഓൾ റൈസ് ടു 1/4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 3നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് എത്രയാണ്? 3 ആണ്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ഉദാഹരണം കൂടി നോക്കാം. 32 ഓൾ റൈസ് ടു 1/5. 32 ഓൾ റൈസ് ടു 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതോ ഒരു നമ്പറിനെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് നമ്മുടെ 32 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്ന ഒരു ഉദാഹരണമാണ് നമ്മുടെ 2. അപ്പോൾ 2നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത്? 2, 4, 8, 16, 32. സോ ഇറ്റ് മീൻസ് 32 ഓൾ റൈസ് ടു 1/5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അത് 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ പവേഴ്സ് ആൻഡ് ഇൻഡിസസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഈ കൂടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു ഇക്വേഷൻ നമ്മുടെ സ്കൂളുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം എൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതാണ്. നമ്മുടെ സ്കൂളുകളിലൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷനാണ്. എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം എൻ ആണ്. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്, 25 ഓൾ റൈസ് ടു 3/2. അപ്പോൾ ഈ രീതിയിൽ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഈ അകത്തുള്ള നമ്പറിനെ നമുക്കിവിടെ ഈ 3/2 ഉണ്ടല്ലോ, 3/2ൽ ഈ 2ൻ്റെ രൂപത്തിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതായത് 3/2ലെ താഴത്തെ നമ്പറിൻ്റെ രൂപത്തിലേക്ക് നമ്മുടെ ഒറിജിനൽ നമ്പറിനെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് മാറ്റുക? 25 എന്ന് പറയുന്നത് എന്താണ്? 5 സ്ക്വയർ ആണ്. 5 സ്ക്വയർ ഓൾ റൈസ് ടു 3/2 എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ നോക്കുക, നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷൻ എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം എൻ ആണ്. അതായത് ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, 5 ഓൾ റൈസ് ടു 2 ഇൻറ്റു 3/2 എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ 2 2 ക്യാൻസലായി കളയുമല്ലോ. ദെൻ നമുക്ക് എന്താണുള്ളത്? 5 ക്യൂബ് ആണുള്ളത്. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ് നമ്മുടെ ഉത്തരം. അതായത് 25 ഓൾ റൈസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. അത് നമ്മൾ എന്താണ് ചെയ്യണേ? നമുക്കിവിടെ ഓൾ റൈസ് ടു 3/2 ആണുള്ളത്. അപ്പോൾ ഈ 2ൻ്റെ രൂപത്തിലേക്ക് നമുക്ക് അകത്തുള്ളതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് 5 സ്ക്വയർ എന്ന് എഴുതാം. പിന്നീട് ഓർക്കേണ്ടത് എ റൈസ് ടു എം ഓൾ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ റൈസ് ടു എം എൻ ആണ്. നമ്മളങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 5 ക്യൂബ് കിട്ടും. 5 ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? 125 ആണ്. ഇനി നമുക്ക് അടുത്തൊരു ഉദാഹരണം നോക്കാം. 32 ഓൾ റൈസ് ടു 3/5. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നുണ്ടത്? നമുക്കിവിടെ റേസ് ടു തന്നിട്ടുള്ളതിൻ്റെ താഴത്തെ നമ്പർ, അതായത് 3/5ലെ 5, ഈ 5ൻ്റെ ഫോമിലേക്ക് നമുക്ക് അകത്തുള്ള നമ്പറിനെ മാറ്റാനായിട്ട് സാധിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു
32 എന്ന് പറയുന്നത് 2നെ 5 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ 2⁵ ആണ് എന്തെന്ന് പറയുന്നത് 32 എന്ന് പറയുന്നത്. 2⁵ ആണ് 32 എന്ന് പറയുന്നത്. 2⁵ ഓൾ റേസ് ടു 3/5 നമുക്ക് എങ്ങനെ എഴുതാനായിട്ട് സാധിക്കും? 2⁵ ഇൻറ്റു 3/5 നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. എങ്ങനെ? a⁻m ഓൾ റേസ് ടു n ഈസ് ഈക്വൽ ടു a⁻mn എന്നുള്ള ഫോമിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അങ്ങനെയെങ്കിൽ നമുക്കിതാ 5ഉം 5ഉം ക്യാൻസൽ ചെയ്ത് കളയാം. മിച്ചമുള്ളത് 2³ ആണ്. 2³ എന്ന് പറയുന്നത് എത്രയാണ്? 8 ആണ്. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിക്കുക ഇങ്ങനെയായിരുന്നു. 32 ഓൾ റേസ് ടു -3/5 ആയിരുന്നുവെങ്കിൽ ഇതുപോലെ തന്നെ കാണുക. നമ്മൾ ഈ മൈനസ് ഒഴിവാക്കി ഇതേ രീതിയിൽ തന്നെ കാണുക. നമുക്ക് കിട്ടുന്ന ഉത്തരത്തിനെ ഇങ്ങനെ എഴുതുക. 1/8 എന്നുള്ള രൂപത്തിലേക്ക് എഴുതുക. ഒരു 1/, അങ്ങ് ചെയ്ത് വെച്ചാൽ മതി. നമുക്ക് ഇപ്പോൾ ഒരു നെഗറ്റീവ് മൈനസ് ഇട്ട് തരുവാണെങ്കിൽ ആ മൈനസ് മാറ്റി ചെയ്യുക. കിട്ടുന്ന ഉത്തരത്തെ 1/, എന്നുള്ള രൂപത്തിലേക്ക് മാറ്റി എഴുതുക. ഓക്കെ, അപ്പോൾ പവേഴ്സ് ആൻഡ് ഇൻഡിസസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ ഞാൻ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയൊക്കെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പറയുക. ഓക്കെ, താങ്ക് യു.